നമ്മൾ ബാംഗ്ലൂരിലെ സിൽക്ക് ബോർഡിലോ വൈറ്റ് ഫീൽഡിലോ ഒക്കെ വണ്ടി ബ്ലോക്കിൽ കിടക്കുമ്പോൾ മുന്നിലെ ആയിരക്കണക്കിന് വണ്ടികൾ റെഡ് ലൈറ്റിലേക്ക് നോക്കി നമ്മൾ ചിന്തിക്കാറുണ്ട് ഈ സിറ്റി എങ്ങനെയാണ് മുന്നോട്ട് പോകുന്നതെന്ന്. 2026 കണക്കിലെടുത്ത് നോക്കിയാൽ ബാംഗ്ലൂരിൽ മാത്രം 1,30,00,000 വണ്ടികളാണ് രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. സാധാരണക്കാർക്ക് ഇത് വെറും ഒരു ട്രാഫിക് തരമായിട്ട് തോന്നുമ്പോൾ എന്റെ ഒരു പെർസ്പെക്റ്റീവ് നോക്കിയാൽ ഇതിന്റെ പുറകെ ബാംഗ്ലൂർ ട്രാഫിക് പോലീസ് ചെയ്യുന്ന അതിശയിപ്പിക്കുന്ന ചില ഡേറ്റാ സയൻസും ടെക്നോളജിയും കാണാം. ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പോലും മാതൃകയാക്കേണ്ട ബാംഗ്ലൂർ ട്രാഫിക്കിന്റെ ആരും പറയാത്ത ഡിജിറ്റൽ രഹസ്യങ്ങൾ. നമുക്ക് ഈ സിഗ്നലുകളുടെ പുറകിലെ യഥാർത്ഥ ടെക്നോളജി വളരെ സിമ്പിളായി ഒന്ന് കീറി മുറിച്ച് നോക്കാം. ഒന്നാമത്തെ കാര്യം, ഇവിടുത്തെ സിഗ്നലുകൾക്ക് ഇപ്പോൾ പഴയപോലെ സ്ഥിരമായ ടൈമറുകൾ ഇല്ല. ഇപ്പോൾ ബാംഗ്ലൂരിൽ ഉപയോഗിക്കുന്ന അഡാപ്റ്റീവ് ട്രാഫിക് കൺട്രോൾ സിസ്റ്റമാണ്. ജാപ്പനീസ് ക്യാമറ സെൻസർ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ഉപയോഗിച്ച് ഓരോ റോഡിൽ എത്ര വണ്ടികൾ ക്യൂ നിൽക്കുന്നുണ്ടെന്ന് ഈ സിഗ്നൽ തനിയെ മനസ്സിലാക്കും. എന്നിട്ട് ഓരോ മിനിറ്റിലും സിഗ്നൽ ഗ്രീൻ ലൈറ്റ് സമയം മാറ്റിക്കൊണ്ടേയിരിക്കും. വണ്ടികൾ ഇല്ലാത്ത റോഡിൽ വെറുതെ റെഡ് ലൈറ്റ് കാണിച്ച് സമയം കളയില്ല. രണ്ടാമത്തത് ഇവരുടെ പ്രവചന ശക്തിയാണ്. റോഡിൽ ഓടുന്ന ലക്ഷക്കണക്കിന് ഡെലിവറി ബോയ്സിന്റെയും മാപ്പുകളുടെയും ലൈവ് GPS ഡേറ്റ പോലീസിന്റെ കൺട്രോൾ റൂമിൽ തത്സമയം എത്തും. ഒരു ജംഗ്ഷനിൽ വൻ ബ്ലോക്ക് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ മെഷീൻ ലേണിംഗ് വഴി സിസ്റ്റം അത് പ്രവചിക്കുകയും അതിനനുസരിച്ച് സിഗ്നലുകൾ മാറ്റുകയും ചെയ്യും. മൂന്നാമത്തെ കാര്യം, ജംഗ്ഷനിലുള്ള റീഡിസൈൻ ആണ്. പഠനങ്ങൾ പറയുന്നത് 30% ബ്ലോക്ക് ഉണ്ടാകുന്നത് ഈ 4 കവലുകൾ കൂടുന്നിടത്തെ തെറ്റായ യു ടേണുകൾ കൊണ്ടാണ്. അതുകൊണ്ട് പ്രധാന റോഡുകളെ റൈറ്റ് ടേണുകൾ ഒഴിവാക്കി വണ്ടികൾ വൺ വേ പോലുള്ള ഫ്ലോ ചെയ്യിക്കുന്ന സിസ്റ്റം ഇവർ കൊണ്ടുവന്നു. റോഡ് വലുതാക്കാതെ തന്നെ വണ്ടികളുടെ പോക്ക് 25% വേഗത്തിലാക്കാൻ ഈ ഒറ്റ ബുദ്ധിക്ക് സാധിച്ചു. ട്രാഫിക് കുറയ്ക്കുക എന്ന് പറഞ്ഞാൽ റോഡുകളുടെ വീതി കൂട്ടുക മാത്രമല്ല, നമ്മുടെ കയ്യിലുള്ള ഡേറ്റ എത്രത്തോളം സ്മാർട്ടായി ഉപയോഗിക്കുക എന്ന് കൂടിയാണ്. അതുകൊണ്ട് അടുത്ത തവണ ബാംഗ്ലൂരിൽ ഒരു സിഗ്നലിൽ ക്യാമറ ഫ്ലാഷ് ചെയ്യുമ്പോൾ ഓർക്കുക, നിങ്ങൾ വെറും ഒരു ട്രാഫിക് ബ്ലോക്കിൽ കിടക്കുകയല്ല, ലോകത്തിലെ തന്നെ ഏറ്റവും വലിയ AI ഡേറ്റ പരിശീലനശാലയ്ക്കുള്ളിലാണ് നിങ്ങൾ ഇരിക്കുന്നത്. സ്റ്റേ ലോജിക്കൽ. ബൈ.